പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടിയത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ എത്തിയ ശേഷം മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം. കുടിപ്പക തന്നെയാണ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊല്ലത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ്. എന്തുവാണ് സിനിമയിൽ കാണിക്കുന്ന പോലത്തെ സംഭവങ്ങളില് നോക്കി ആ കാറ് ചുറ്റും വെട്ടിയെടുത്ത് പോയിട്ട് മടങ്ങും വഴിയാണ് ഈ ആക്രമണം നടന്നത്. പട്ടപ്പകൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അതാ സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നത്. കാറിൽ പോവുകയായിരുന്നു ഈ അലുവ അതുൽ എന്ന് പറയുന്ന പ്രതി. ഒരു സംഘം പിന്തുടർന്ന് കാറിൽ എത്തുകയായിരുന്നു. അതിനുശേഷം കാർ ഒരു ഭാഗം ആളുകളൊക്കെ ചുറ്റും നോക്കിക്കല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അതിനുശേഷം പിന്നാലെ എത്തിയ കാറിലുണ്ടായിരുന്ന ആ സംഘം ആയുധങ്ങളുമായി എത്തി. വാളും ഉൾപ്പെടെയുള്ള ആയുധവുമായി പുറത്തേക്ക് ഇറങ്ങി അതിനുള്ളിലുണ്ടായിരുന്ന നോക്കിയ എന്നിട്ട് ഇവമാരി പട്ടാ പകല ചെയ്യുമ്പോ ഒരാള് പോലും തടുക്കുന്നില്ല, ഒരു രക്ഷയില്ല. അതിക്രൂരമായിട്ടുള്ള ആക്രമണം. അതിനുശേഷം ഗുരുതരമായിട്ട് പരിക്കേറ്റ അലുവ അതുലിനെ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു മടിയില്ലാതെ അത് കാറും തുറന്ന് ആ വടിവാളും മറ്റൊക്കെ ആയിട്ട് അത് കേറി പോണു. മറ്റവനോടെ മരിച്ചെന്ന് ഉറപ്പിക്കണു. ആക്രമണം നടന്നിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഏറെ ദൂരം ഒരുപക്ഷെ അത് ആ കാറിനെ പിന്തുടർന്ന് വന്നിരിക്കണം. അതിനുശേഷം ആ കാറ് ഒരു ഭാഗത്തേക്ക് എന്നെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു മടിയില്ലാതാണ് ആ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. എന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ ആലോചിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് മനുഷ്യന്മാര്. അല്ല, ഒരു തരത്തിൽ നമ്മളിപ്പോ ആരും കൊല്ലാൻ പോയിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇമ്മാതിരി ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അലുവ അതുലാണത്രേ. അലുവ അതുൽ ഇതിനു മുമ്പ് വേറെ കൊലപാതകത്തിൽ അത് തീവ്രമായിട്ട് കൊല ചെയ്യപ്പെട്ട് അതിന്റെ ഭാഗമായിട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നതാണ്. മരിക്കാൻ വേണ്ടി വന്ന മാതിരിയൊക്കെ ഉണ്ട് എന്തായാലും ഈ പുറത്തു വന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ നാട് അതിഭീകരമാണ്. അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ ചില കോമഡി പീസുകളും നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഭീകരമായ ഒരവസ്ഥ. BJP നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രി ആകാമെന്നാണ് ഇപ്പോ വർക്കലയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, ആരാ റോബിൻ രാധാകൃഷ്ണനൊക്കെ തപ്പിപ്പിടിച്ചു നോക്കി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഒരു ആളെ മൊത്തം ഇല്ലാണ്ടാക്കുന്ന പരിപാടി. ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു തവണയൊക്കെ മത്സരാർത്ഥിയായി വിജയ്ക്ക് ചെയ്തിട്ടാണ് അത്ര റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഞാൻ ഇവന്റെ വീഡിയോസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര രസാട്ടോ. ഇവങ്ങനെ ഇങ്ങനെ അലറും, ഭീകരമായിട്ട് ഇങ്ങനെ അലറും ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട്. ഈ അലർച്ച അല്ലാതെ വേറൊന്നും ഇവൻ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അലറുന്ന ഒരു മുഖ്യമന്ത്രി ആഗ്രഹം ഉണ്ടെങ്കിൽ, ഭയങ്കര അധികം രോഷകുലനായി സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആഗ്രഹം ഉണ്ടെങ്കിൽ, ഭയങ്കര അന്തപ്പത്തിരക്കങ്ങൾ ചെയ്തു പൂക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റോബിൻ രാധാകൃഷ്ണനെ BJP മത്സരിച്ച് ജയിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവനത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴോ എന്നുള്ളതാണ്. BJP നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രി ആകാം എന്നൊക്കെ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇവൻ, എനിക്ക് തോന്നുന്നത് ഇതൊരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ പ്രശ്നമാണ്. അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ എന്തെങ്കിലും പൊട്ടത്തരെങ്കിലും പറഞ്ഞിട്ട് നാട്ടുകാരുടെ ഇടയിൽ നമ്മൾ തിരിച്ചറിയല്ലോ. നമ്മൾ പറയുന്നത് മഹാപൊട്ടത്തരാണ്. ആ ഒരു പൊട്ടത്തരത്തിന്റെ പേര് 4 ആൾക്കാർ നമ്മളെ എളുപ്പം തിരിച്ചറിയും. അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും കുറച്ച് മണിക്കൂറെങ്കിലും ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം റോബിൻ അങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടയിലുള്ള സമയത്ത് റോബിൻ രാധാകൃഷ്ണൻ പോലുള്ള ആളുകളൊക്കെ നമുക്ക് വളരെ ആശ്വാസമാണ് കേട്ടോ. അതേപോലെ ആശ്വാസമാണ് VD സതീശനും. ഇന്നലെ അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവ് സുധാകരൻ എഴുതിയത് ഫേസ്ബുക്കിൽ സാധനം എഴുതിയിട്ടിരുന്നു. അയാൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, ഇതാണ് എഴുതിയിട്ടത്. പക്ഷേ ഇന്നലെ VD സതീശൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഫേസ്ബുക്കിലുള്ള കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇദ്ദേഹം നാവെടുത്ത പച്ച നുണയെ പറയും. നാവെടുത്താൽ പച്ച നുണ ഇരുന്ന് വിളിച്ചു പറയും, ഒരു മടിയില്ലാതെ. ഇപ്പോഴതാ സുധാകരൻ പറഞ്ഞിരിക്കുന്നു, ഫേസ്ബുക്ക് എഴുതിയത് ഞാൻ തന്നെയാണ്, സതീശൻ വിളിച്ചിട്ടില്ല എന്ന് സുധാകരൻ ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇങ്ങനെ രാമായണം നുണ പറയുന്ന VD സതീശനെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ മുഖ്യമന്ത്രികളൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, തെറ്റിപ്പോകരുത് കേട്ടോ, ഒരിക്കലും തെറ്റിപ്പോകരുത്. അത് ഭീകരമായ അവസ്ഥയായിരിക്കും. ബബായ്. ദുരന്തങ്ങൾ. അതിനിടയ്ക്ക് വേറെന്തൊരു വാർത്ത വന്നായിരുന്നു. അതെനിക്കറിയില്ല. CPM കാര്യം ഉണ്ടാക്കുന്നത് CPM കാര്യം ഉണ്ടാക്കണേ. പറവൂര് പോസ്റ്റ് വെച്ചിട്ട് എന്താ പറവൂരിൽ എന്താ പ്രശ്നം? പറവൂരില് ഇയാൾക്കെതിരെ ഗംഭീര പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ CPM-കാരെ അത്രയൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. CPM-കാർക്ക് ഇവിടെ തന്നെ പ്രവർത്തിക്കാൻ നേരം സമയമില്ല. എന്തായാലും
കോമാളിത്തരങ്ങളുമായിട്ട് വി ഡി സതീശൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബൈ.